ഇന്നത്തെ നമ്മുടെ സിനിമയാണ് ഫുട്ടേജ്. കൺവെൻഷനായിട്ടുള്ള എല്ലാ ഫിലിം മേക്കിംഗ് റൂൾസും ബ്രേക്ക് ചെയ്തുകൊണ്ട് എഡിറ്റർ കൂടിയ സൈജു ശ്രീധരൻ ഒരുക്കിയ ഫിലിമാണ് ഫുട്ടേജ്. ഒരു ഫൗണ്ട് ഫുട്ടേജ് ജോണറിൽ വരുന്ന ഒരു ഫിലിമാണിത്. ആദ്യമേ തന്നെ പറയട്ടെ, ഇത് സ്ട്രിക്ട്ലി ഫോർ അഡൾട്ട്സ്, അതായത് 18 ഏജിന് മുകളിലുള്ളവരെ മാത്രമേ ഈ സിനിമ കാണിക്കാവൂ. PVRൽ ഫാമിലിയായിട്ട് വന്നവരെയും കുട്ടികളായിട്ട് വന്നവരെയും റീഫണ്ട് പോലും ഇല്ലാതെ അവർ തിരിച്ചയക്കേണ്ടായി. എൻ്റെ തൊട്ടടുത്തിരുന്ന കപ്പിൾ അങ്ങനെ പോകേണ്ടി വന്നു. അപ്പോൾ സ്ട്രിക്ട്ലി അഡൾട്ട്സ് ഉള്ളി ആയിട്ടുള്ള ഫിലിമാണ് ഇത്. കൈകാര്യം ചെയ്യുന്ന ഒരു തീമും അതേപോലെയാണ്, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും അങ്ങനെ തന്നെയാണ്. സോ നമുക്ക് മൂവിയിലേക്ക് കടക്കാം. മെയിൻലി 3 പേരാണ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത്. മഞ്ജു വാര്യർ, വിശാഖ് നായർ, ഗായത്രി അശോക്. 3 പേര് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. മഞ്ജു വാര്യർക്ക് ഒരു ഡയലോഗ് പോലും ഇല്ല ഈ ഫിലിമിൽ, എന്നിട്ടും അവർ ത്രൂ ഹെർ ഐസ്, അതായത് അവർ സ്റ്റെയർ ചെയ്യുന്നത് പോലെ ആ ഒരു ക്യാരക്ടറായിട്ട് നിന്നുകൊണ്ടാണ്. 2 ആൾക്കാരുടെ പെർസ്പെക്റ്റീവിലാണ് ഈ കഥ പോകുന്നത്, അതായത് ഒരു ആൺകുട്ടിയുടെയും ഒരു പെൺകുട്ടിയുടെയും. കൊറോണ കാലത്ത് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് 2 വണ്ണബി യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഒരു കപ്പിള് ഒന്നിച്ച് ജീവിക്കുകയാണ്. അവർ അവരുടെ ലൈഫിലെ മിക്ക കാര്യങ്ങളും ഒരു ജേണൽ പോലെ ഫുട്ടേജായിട്ട് റെക്കോർഡ് ചെയ്യാറുണ്ട്. അവരെ തന്നെ ഫിലിം ചെയ്ത് ഷൂട്ട് ചെയ്ത് ഒരു സീരീസ് പോലെ യൂട്യൂബിൽ ഇറക്കുന്ന ഒരു വ്ളോഗേഴ്സ് ടൈപ്പ് ഓഫ് ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്നവരാണ്. സോ അവരിങ്ങനെ ബാക്കിയുള്ളവരുടെ കാര്യത്തിലേക്ക് ഇടപെട്ട് പ്രൈവസിയിലേക്ക് കടന്നു ചെന്ന് അവരൊരു ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ പോകുന്നതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഒരു ബ്രില്യൻസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ ഒരാളുടെ പോയിൻ്റ് ഓഫ് വ്യൂ നിന്ന് കാര്യങ്ങൾ കാണിക്കും, സെക്കൻഡ് ഹാഫിൽ രണ്ടാമത്തെ ആളുടെയും. സോ നമുക്ക് 2 ടോട്ടലി ആംഗിളിൽ നമുക്ക് ഒരേ കാര്യത്തിന് തന്നെ നമുക്ക് നോക്കി കാണാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് ടൈം ആ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് വരുമ്പോൾ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യെങ്കിൽ പോലും ഈ ഒരു 2 hours നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇവർ എടുത്തു വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സ്ട്രിക്ട്ലി അഡൾട്ട്സ് ഉള്ളി ഫിലിമാണ്. ഫസ്റ്റ് ഷോട്ടിൽ തന്നെ അല്പം ന്യൂഡിറ്റി കാണിച്ചുകൊണ്ടാണ് ഫിലിം തുടങ്ങുന്നത്. പക്ഷേ അത് കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ സിനിമയിൽ കാണിക്കുന്നുള്ളൂ. അല്ലാതെ ആൾക്കാരെ കൂട്ടാൻ വേണ്ടി തിയേറ്ററിലേക്ക് ആളെ കയറ്റാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്റ്റീമി സീൻസ് ഒന്നും ഇതിനകത്തില്ല. ലിവിങ് ടുഗദർ ആയിട്ടുള്ളൊരു കപ്പിൾ റിയൽ ലൈഫിൽ എങ്ങനെയിരിക്കും, അവരെ തന്നെ ഫിലിം ചെയ്ത് വീഡിയോയിലായിട്ട് അവരെ തന്നെ റെക്കോർഡ് ചെയ്താൽ അവർ എന്തൊക്കെ ചെയ്യും. ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് എടുത്തു വെച്ചിട്ടുള്ളൊരു ഫിലിമാണ് ഫുട്ടേജ്. നമുക്ക് ഓരോ ഫ്രെയിമിൽ നമുക്ക് അടുത്ത സീൻ എന്ത് എന്നൊരു മിസ്റ്ററി ഇവർ സമ്മാനിക്കുന്നുണ്ട്. അതായത് ഹൊറർ ഫിലിമാണെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഫിലിമിനേക്കാളും ത്രൂ ഔട്ട് ആ ഫിലിമിനേക്കാളും ഇതിൽ ഓരോ സീനിൽ ആ ഒരു മിസ്റ്ററി സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും ബ്രില്യൻസിൻ്റെ സിനിമാറ്റോഗ്രാഫിയാണ്. അതായത് ഓരോ ആൾക്കാരുടെയും പോയിൻ്റ് ഓഫ് വ്യൂ നിന്ന് എടുക്കുന്നത് കൊണ്ട് തന്നെ ഓരോ ഷോട്ടും സിംഗിൾ ഷോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ ഒരു ഫ്രെയിമിൽ ചിലപ്പോൾ നമുക്കൊരു 5 minutes 7 minutes അത്രയും തന്നെ ഡ്യൂറേഷനുള്ള ലെങ്തി ഷോട്ട്സ് ഉണ്ട്. പക്ഷേ അതൊരിക്കലും നമുക്ക് ലാഗോ കാര്യങ്ങളോ വരുത്താതെ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത്രയും എൻഗേജിങ് ആയിട്ട് ഇതിൻ്റെ എഡിറ്റിംഗ് നല്ല പക്കയായിട്ട് സൈജു ശ്രീധരൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ ഡയറക്ടറും. സിനിമാറ്റോഗ്രാഫി ഔട്ട്സ്റ്റാൻഡിങ്. അതായത് ചില സമയത്തൊക്കെ നമുക്ക് തലചുറ്റൽ പോലെ വരും, ചില സമയത്ത് ഇൻവേർട്ടർ ഫ്രെയിംസ് ആയിരിക്കും, തല കുത്തി നിന്നിട്ടായിരിക്കും നമുക്ക് ആസ് എ വ്യൂവർ നമുക്കിത് കാണാൻ പറ്റുക. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, എല്ലാ കൺവെൻഷൻ റൂളിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് അത്രയും എക്സ്പെരിമെൻ്റലായിട്ടുള്ള ഫിലിമാണ്. പക്ഷേ അവരുടെ എക്സ്പെരിമെൻറ്റിന് അതിൻ്റേതായ റിസൾട്ടും കിട്ടുന്നുണ്ട്. അത്രയും നല്ല അടിപൊളി പുതിയൊരു രീതിയിലാണ് ഇത് പ്രസൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കണ്ടുമടുത്ത കൺവെൻഷണൽ രീതിയിലുള്ള സിനിമകൾ ഒരുപാട് കണ്ട് ഒരു സാച്ചുറേഷൻ ലെവലിലെത്തിയ സിനിഫൈൽസിനൊക്കെ ഒരുപാട് എൻഗേജ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു ഫിലിം തന്നെയാണ് ഫുട്ടേജ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ബോൾഡ് സീൻസും വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് ഒരിക്കലും ഈ ആസ്വാദനത്തിനെ ബാധിക്കില്ല. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻഗേജിങ് ആയിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഭാനുമതി പയ്യന്നൂരാണ്. ആ ചേച്ചീനെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. ഇതിനകത്ത് ഒരു ഹൗസ് മെയ്ഡിൻ്റെ ഒരു റോളാണ് അവർ ചെയ്യുന്നത്, പക്ഷേ അവർ ഭയങ്കര ക്യൂട്ടും ഭയങ്കര ഫണ്ണിയാണ്. അപ്പോൾ അവരുടെ ഒരു സ്റ്റോറി ലൈൻ പോകുന്ന സമയത്ത് അവരെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഈ ഒരു കപ്പിളിൻ്റെ ഇടയിൽ അവരുടെ ഡയലോഗും കോൺവെർസേഷൻസൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്കൊരു പുതിയൊരു പോയിൻ്റ് ഓഫ് വ്യൂ തന്നെ കിട്ടും. അതായത് ഒരുപാട് ഏജുള്ള ആൾ ഒരു യങ് കപ്പിളിൻ്റെ ഇടയിൽ വരുമ്പോൾ അവരുടെയും ഒരു ലൈഫിൻ്റെ പെർസ്പെക്റ്റീവ് മാറുന്നതും ആ കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. ക്യാരക്ടറൈസേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശാഖ് നായറിൻ്റെയും ഗായത്രി അശോകൻ്റെയും നല്ല ഡീറ്റെയിൽ ആയിട്ട് അവരുടെ വാട്ട് ദേ ആർ നൗ ആ ഒരു ക്യാരക്ടറും അവരുടെ ഒരു ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് പറയുന്നുണ്ട്. അവരിപ്പോൾ എന്താണോ അവരുടെ ഒരു പെരുമാറ്റം, അവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസും ഇതിനകത്ത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അത് നല്ല ബ്രില്യൻ്റായിട്ട് വന്നിട്ടുമുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് ഇതിനകത്ത് വിശാഖ് നായരുടെ ഒരു ആക്സെൻറ്റ്, ഒരു ബ്രിട്ടീഷ് ആക്സെൻറ്റ്, അത് പുള്ളി ഇംഗ്ലീഷ് സംസാരിക്കുന്ന രീതിയൊക്കെ ദാറ്റ് വാസ് റിയലി ഗുഡ്. പിന്നെ ഗായത്രി അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. മെയിൻലി ഈ ഒരു 3 ക്യാരക്ടേഴ്സിനെ റിവോൾവ് ചെയ്താണ് ഈ കഥ പോകുന്നതെങ്കിൽ പോലും ബാക്കി വേറെ കുറേ കാര്യങ്ങളോട് പറയുന്നുണ്ട്. അതായത് കൊറോണ സമയത്ത്, ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇതിനോടൊക്കെ പ്രതികരിച്ചത്, ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ വരച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ഹൊറർ, ഒരു മിസ്റ്ററി ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് രാത്രിയൊക്കെ ഇരുന്ന് നമ്മൾ പടം കാണുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു മിസ്റ്ററി ശരിക്കും ഫീൽ ചെയ്യും. പിന്നെ എടുത്ത് പറയുന്നത് മഞ്ജു വാര്യരുടെ റോളിൻ്റെ കാര്യമാണ്. ആസ് ആൻ ആക്ടർ മാത്രമല്ല, അവർ ഈ സിനിമയുടെ പ്രൊഡ്യൂസറും കൂടിയാണ്. സോ ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെൻ്റ് ഫിലിം ഷോൾഡർ ചെയ്യാനായിട്ട് അവർ സമ്മതിക്കുന്നു, അതേപോലെ തന്നെ അത് ഫണ്ട് ചെയ്യുന്നു.
അപ്പോൾ അത് ഒരു ഭയങ്കര നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അവർ ചെയ്യുന്ന റോള് മാത്രം മിസ്റ്റീരിയസും, നമുക്കൊരു മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ഇങ്ങനത്തെ ഒരു ഫിലിമിൽ ആരും അങ്ങനത്തെ റോൾ ചെയ്യാൻ തയ്യാറാവില്ല. പക്ഷേ അവർ അത്രയും ബോൾഡായിട്ട് അത്രയും ഒരു സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുത്ത പേരിലാണ് ഈ ഒരു സിനിമ ഉണ്ടായത്. അതായത് നമ്മൾ കണ്ടുമടുത്ത കാര്യങ്ങളെല്ലാം മറന്നേക്കും, പുതിയൊരു കാഴ്ചപ്പാടും പുതിയൊരു ടൈപ്പ് ഓഫ് ഫിലിം മേക്കിംഗ് തന്നെ നമുക്കിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ സിനിമേനെ കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് ഇത് ഒരുപാട് വർക്കാവാൻ ചാൻസ് ഉണ്ട്. എനിക്കിത് ഒരുപാട് വർക്കായി. പക്ഷേ ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. ഒരു സിനിമയുടെയും ഒരു ജോണറും അത് എങ്ങനത്തെ ടൈപ്പ് ഫിലിമാണെന്നും കൂടി അറിഞ്ഞിട്ട് നമ്മൾ സിനിമ കാണാൻ വേണ്ടതെന്നും കൂടി തീരുമാനിക്കുക. ഞാൻ പറഞ്ഞതുപോലെ മഞ്ജു വാര്യരുടെ പ്രതീക്ഷിച്ച് കുറേ ഫാമിലി ഓഡിയൻസ് വന്നു. അവരെല്ലാവരും കിഡ്സായിട്ട് വന്നതുകൊണ്ട് ഇതൊരു അഡൽട്സ് റേറ്റഡ് ഫിലിം ആയതുകൊണ്ടും അവർക്ക് റീഫണ്ട് പോലും ഇല്ലാണ്ട് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇത് എന്താണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ആ ഒരു കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യാൻ വേണ്ടി റെഡിയാവുക. അതാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ അത്രയും നല്ലൊരു കിടിലൻ റോളിനകത്ത് ചെയ്തിട്ടുള്ളത് ആസ് എ പ്രൊഡ്യൂസർ ആൻഡ് ആസ് എൻ ആക്ടർ. അതുപോലെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ക്യാമറ, എഡിറ്റിംഗ്, പിന്നെ ഇതിൻ്റെ ലൈറ്റിംഗ്. ഒരു ഹാൻഡ് ഹെൽഡ് ക്യാമറ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ പല ആംഗിൾസും ഷോട്ട്സും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് കുറവായിട്ടുള്ള രാത്രി കാലങ്ങളിൽ അതിൻ്റെ ലൈറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പം അത് അത്രയും ബ്രില്യൻ്റ് ആയിട്ടും, പിന്നെ അത്രയും സിംഗിൾ ഷോട്ട് ആയതുകൊണ്ട് ഒരു 5 minutes ലോങ് ഷോട്ടൊക്കെ ലൈറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. സ്റ്റഡി ഷോട്ട്സൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇത് ഫുള്ള് മൂവിങ് ആയിട്ടുള്ള ഷോട്ട്സാണ്. അപ്പോൾ അത് അത്രയും നല്ല ഗംഭീരമായിട്ട് ചെയ്താൽ മാത്രമേ ആ ഒരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞ പരിപാടിയില്ല. പക്ഷേ ചില സ്ഥലത്ത് അത് യൂസ് ചെയ്തിട്ടുണ്ട് ഭയങ്കര സട്ടിലായിട്ട്, മൈൽഡായിട്ട്, നമ്മൾ അറിയ പോലും ഇല്ല. അതായത് ഇപ്പോൾ ഒരു ടി വിയിൽ കേൾക്കുന്നൊരു സോങ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എവിടെയെങ്കിലുമൊക്കെ പ്ലേ ചെയ്യുന്നൊരു സൗണ്ട് എന്നല്ലാതെ ഈ സിനിമയ്ക്ക് ഇതിൻ്റേതായ ഒരു സൗണ്ട് ട്രാക്കോ പാട്ടുകളോ ഗാനങ്ങളോ ഒന്നും തന്നെ ഇല്ല. IMDbയിൽ ഇതിൽ സുഷിന് ക്രെഡിറ്റ് കൊടുത്തായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഒരു ബാറിൽ ഒരു പെർഫോമൻസ് അങ്ങനത്തെ രീതിയിലുള്ള ഒരു സോങ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ, അതും ഡയറക്റ്റ്ലി അല്ല. സോ ഇതിൻ്റെ ബ്രില്യൻ്റ് ആയിട്ടൊരു സൗണ്ട് ഡിസൈനും കൂടി ഉണ്ട്. അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത്ര നമ്മളെ ബോറടിപ്പിക്കാതെ നമുക്ക് ചുറ്റും കേൾക്കുന്ന സൗണ്ടൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടാക്കി കൊണ്ടുവരാമെന്ന് വെച്ചാൽ അത് ഒരു ടാസ്ക് തന്നെയാണ്. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൗണ്ട് ഡിസൈനും സൗണ്ട് റെക്കോർഡിങ്ങും അതിന് പുറമെ ഇത് സിങ് സൗണ്ടും കൂടിയാണ്. സോ അതത്രയും ബ്രില്യൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഡയറക്ടേഴ്സ് ഫിലിം തന്നെയാണ്. കാരണം അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ എഡിറ്റർ. അപ്പോൾ ഒരു തോട്ട് കൺസീവ് ചെയ്തത് സൈദു ശ്രീധരൻ തന്നെയാണ്. അദ്ദേഹമാണ് റൈറ്റർ. വേറൊരു ലേഡിയും കൂടി കോ റൈറ്ററായിട്ട് വരുന്നുണ്ട്. സോ ആസ് എ ഹോൾ നോക്കുകയാണെങ്കിൽ എനിക്കിത് വളരെ എൻ്റർടൈനിങ് ആയിട്ട് തോന്നി. ഒരു 2 hours ഒരു എക്സ്പെരിമെൻ്റൽ പടം ഇത്രയും ബ്രില്യൻ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. പക്ഷേ ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ചായ അല്ല, അതും പ്രത്യേകം പറയണം. സോ ഇതായിരുന്നു ഈ സിനിമയെ പറ്റിയുള്ള എൻ്റെ ഒപ്പീനിയൻ. എൻ്റെ റിവ്യൂവും എൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ യു നോ വാട്ട് ടു ഡു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.